So ഇതിൽ നമ്മളെ next question 421 and 427 when divided by the same number leave the same remainder 1. How many numbers can be used as the divisor in order to get the same remainder 1? അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 421ഉം 427ഉം. ഓക്കെ, ഇതിന് ഒരു സെയിം നമ്പർ കൊണ്ട് ലെറ്റ്സ് സേ n രണ്ടിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവ് ദ സെയിം റിമൈൻഡർ 1 ആണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, now how many numbers can be used as the divisor in order to get the same remainder 1? ഇതുപോലെ റിമൈൻഡർ 1 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ എത്ര നമ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് റിമൈൻഡർ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാം, ഈ നമ്പേഴ്സിനെ 420 എടുക്കുക, അതുപോലെ തന്നെ 426 എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പം എപ്പോഴും എന്തായാലും റിമൈൻഡർ 1 വരും. ഇനി ഇതിന് എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ 420 അതുപോലെ തന്നെ 426 ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒബ്വിയസ്ലി രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. സോ വി ക്യാൻ ഡിവൈഡ് യൂസിങ് 2. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 210 വരുന്നുണ്ട് ഫസ്റ്റിൽ, പിന്നെ 213 വരുന്നുണ്ട്. ഇനി ഇതിൽ 3 കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. സോ വെൻ വി ഡിവൈഡ് യൂസിങ് 3 ഫസ്റ്റ് നമുക്ക് 70 വരുന്നുണ്ട്, പിന്നെ നെക്സ്റ്റ് നമ്പറിൽ 71 വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഫെർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, സെയിം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. സോ നമുക്ക് ഇവിടെ ഹയസ്റ്റ് പോസിബിൾ ഡിവൈസർ എന്താ ഇവിടെ കിട്ടിയത്, അല്ലെങ്കിൽ നമ്മളെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് കിട്ടിയത് എന്താ, 2 × 3 6 ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതന്നെയാണ് നമ്മൾ ലാർജസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 420 അല്ലെങ്കിൽ 426നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാലും 6 തന്നെയാണ്. ഇനി 6 420നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 426നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 6ന്റെ ഫാക്ടേഴ്സിനും ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, അതുപോലെ തന്നെ 2 3 6 ഇത്രയും ഫാക്ടേഴ്സ് ആണ് 6നുള്ളത്. ഇനി നമുക്ക് ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായാലും റിമൈൻഡർ 1 കിട്ടില്ല. ഓക്കെ, റിമൈൻഡർ 1 നമുക്ക് കിട്ടണം. റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ 1 കൊണ്ട് എന്തായാലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതുപോലെ തന്നെ 3 കൊണ്ട് 6 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും, 1 റിമൈൻഡർ കിട്ടും. ഓക്കെ, സോ ഇത്രയും ഡിവൈസേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് 3 ഡിവൈസേഴ്സ് ഉണ്ട് ടോട്ടൽ. നമ്മൾ ഓപ്ഷൻ നമ്പർ സി ആണ് ആൻസർ. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ.